ഈ ഭൂമിയിൽ എവിടെയാണ് തൻ്റെ അന്തകനുള്ളത് എന്നറിയാതെ ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ചില്ലാതാക്കാൻ കംസനും അനുചരന്മാരും കൂടി ചർച്ച തുടങ്ങി. ഈ ചർച്ചയിൽ ആദ്യത്തെ അതിശക്തയും ക്രൂരയുമായിട്ടുള്ള പൂതന ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കംസ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? കംസൻ പറഞ്ഞു, വിശ്വാസമാണ്. കാരണം കംസനറിയാം പൂതന വലിയ ശക്തിശാലിയാണ്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, തനി ക്രൂരയുമാണ്. കാര്യം ഈ കൊച്ചുങ്ങളെയൊക്കെ കൊല്ലണമെങ്കിൽ ക്രൂരതയില്ലാത്തവർക്ക് പറ്റൂ. അപ്പൊ തനി ക്രൂരയുമാണ്. ആ പൂതന പറഞ്ഞു, ഞാൻ നിന്റെ അന്തകനായ കുഞ്ഞിനെ കണ്ടുപിടിച്ച് ഞാൻ കൊന്നേക്കാം. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ പൂതന അതിനൊരു തന്ത്രം പറഞ്ഞു. ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച് ഈ നിമിഷം മുതൽ ഇങ്ങോട്ട് നോക്കി 10 വയസ്സ് വരെ പ്രായമുള്ള സർവ്വ കുഞ്ഞുങ്ങളെ കൊന്നേക്കാം. എന്താ ഈ 10 വയസ്സ് വരെ പറയാൻ കാരണം? ദേവകിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. മനസ്സിലായില്ലേ? അപ്പൊ ദേവകിക്ക് ആദ്യം ജനിച്ച കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും മായാജാലം കാണിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഉദ്ദേശിച്ച എന്താ, 7ാമത്തെ ഒരു കുഞ്ഞ് ഗർഭവലസിപ്പോയി. മനസ്സിലായോ? അതും ഏതെങ്കിലും തരത്തിൽ ഈ ദേവന്മാരുടെ മായാപ്രകടനമാണെങ്കിൽ, അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടി ചേർത്ത് ഈ ഭൂമിയിലുള്ള 10 വയസ്സ് വരെ നമ്മൾ ആലോചിച്ച് നോക്കേ. 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലണമെങ്കിൽ ഭൂമിയിൽ എത്ര കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വരും? 1, 2, 100, 1000 ആണോ? ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലാമെന്ന് ഉറപ്പാണ് ആര് കൊടുക്കുന്നത്? പൂതന കൊടുത്തു. കംസന് സന്തോഷമായി. പൂതനയെ യാത്രയാക്കി. ഭഗവാൻ ഈ കാര്യം മനസ്സിലാക്കി. താൻ കാരണം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പൂതന ഏതെങ്കിലും ഒരു സാധാരണ കുഞ്ഞിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ അവൾ ആ കുഞ്ഞിനെ കൊല്ലും. ശരിയല്ലേ? അങ്ങനെ കൊല്ലുവാണെങ്കിൽ തൻ്റെ ജന്മം കൊണ്ട് പല അമ്മമാർക്കും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ ഒരമ്മയുടെ കുഞ്ഞിനെ പകരം എടുത്തിട്ടാണ് ജീവിക്കുന്നത്. യശോദയുടെ കുഞ്ഞിനെ പകരം എടുത്തിട്ടാണ്. ഇനിയും അനേകം കുഞ്ഞുങ്ങൾ താൻ മൂലം മരിക്കേണ്ടി വരികയാണെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? അത് തെറ്റാണ്. അത് സംഭവിക്കരുത്. അതുകൊണ്ട് പൂതന ഭഗവാനെ തേടി വന്നതല്ല. ഭഗവാൻ പൂതനയെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു. പൂതനയ്ക്ക് തോന്നി ആദ്യം കൊല്ലുന്നത് ഇച്ചിരി നല്ല സ്ഥലത്ത് നിന്ന് തുടങ്ങാം. മനസ്സിലായില്ലേ? ഉദ്ഘാടനം നടത്തുക എന്ന് പറയുന്നത് കൊലയാണെങ്കിൽ ഒരു ഉദ്ഘാടനമാണല്ലോ. ആദ്യം ഒരു ഇച്ചിരി പേരുള്ള ഇച്ചിരി നല്ല സ്ഥലം ശ്രദ്ധിക്കുന്നവരടുത്ത് തുടങ്ങാം. അങ്ങനെ പറ്റുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചത് എവിടാന്ന് തിരക്കുമ്പോഴാണ് ഗോകുലത്തിൽ വലിയ ആഘോഷം നടക്കുന്നത്. ഭയങ്കര നൃത്തവും ഡാൻസും ഒക്കെ നടക്കുന്നു. എന്താ കാര്യം എന്ന് പൂതന തിരക്കി. അപ്പോഴാണ് അറിയുന്നത് നന്ദഗോപർക്ക് ഒരു കുഞ്ഞു ജനിച്ചു. യശോദയ്ക്കും നന്ദഗോപർക്കും ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ ജന്മദിനത്തിന്റെ ആഘോഷമാണ്. ഇത്ര ആഘോഷം ഒരു കുഞ്ഞിന്. ഇവിടെ എന്താ ഇത്ര ആഘോഷം? നന്ദഗോപർ ഇവിടുത്തെ രാജാവാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നന്ദഗോപർക്ക് വളരെ വൈകിയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് കുറേ നാള് കുഞ്ഞുങ്ങളില്ലാതിരുന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? ആണോ അല്ലയോ? വളരെ സന്തോഷമായിരിക്കും. ഒരുപാട് വ്രതം നോറ്റ് ഒരുപാട് പ്രാർത്ഥനകൾക്കൊടുവിലാണ് തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യശോദയും മറ്റുള്ളവരും ഈ ആഘോഷം നടത്തുന്നത്. പിന്നെയോ ആ ഗോകുലത്തിലുള്ള അമ്മമാരൊക്കെ ഈ കുഞ്ഞിനെ കാണാൻ വന്ന് കണ്ടവർക്കൊക്കെ ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ആനന്ദം. അപ്പൊ അവർക്ക് ഈ കുഞ്ഞിനോടൊരു ഇഷ്ടം വന്നു. അപ്പൊ അവർക്കും ആ കുഞ്ഞിനോടൊരു ഇഷ്ടം വന്നപ്പോ അവരും യശോദയെ പോലെയായി. ആ കുഞ്ഞിന് വേണ്ടി ആടാനും പാടാനും അവർ തയ്യാറായി. അപ്പൊ ഈ സമയത്ത് പൂതന വിചാരിച്ചു, എങ്കിൽ ഈ കുഞ്ഞിനെ തന്നെ ആദ്യം അങ്ങ് കൊന്നേക്കാം. പൂതന അതീവ സുന്ദരിയായി മാറി. കാരണം ഈ ഭീകരരൂപമായിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? കുഞ്ഞിന്റെ അടുത്ത് വരെ ചെല്ലുന്നതിന് ഇടയ്ക്ക് വെച്ച് പലരും കണ്ടറിഞ്ഞാൽ പിന്നെ അവിടെ അടിയും വഴക്കും ഒക്കെ ആവും.
ചിലപ്പോൾ തൻ്റെ ഉദ്ദേശം ആദ്യം തന്നെ വളരെ സൈലൻ്റായിട്ട് അവിടെ കയറി പറ്റണം. അതിന് അതീവ സുന്ദരിയായിട്ട് പൂതന മാറി. ഇങ്ങനെ മാറി അകത്തേക്ക് കയറുന്ന പൂതനയെ ഈ ഗോപികമാരൊക്കെ കണ്ടു. പക്ഷെ ഗോപികമാര് പൂതനയെ നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ ഇവരൊന്ന് മയങ്ങി, ഒന്ന് ഭ്രമിച്ചു. എന്താ കാരണം? പൂതന സുന്ദരിയായിട്ടാണ് വരുന്നത്, അണിഞ്ഞൊരുങ്ങിയാണ് വരുന്നത്. നല്ല ആഭരണവും വസ്ത്രവും ഒക്കെ ധരിച്ച ഈ സ്ത്രീകൾക്ക് പൊതുവിലൊരു വീക്ക്നെസ് ഉണ്ട്. വസ്ത്രവും ആഭരണവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോട്ടം അതിൻ്റെ പുറയും. ശരിയല്ലേ? വസ്ത്രവും ആഭരണവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിൻ്റെ പുറകിലേക്ക് പോകും. അതറിയാവുന്ന ഭർത്താക്കന്മാരാ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കാനും ഒരു ചെറിയ സാരി മേടിച്ചുകൊണ്ട് കൊടുത്താൽ തീരും. മനസ്സിലായില്ലേ? അപ്പുറത്തെ കടയിൽ കയറി 200 രൂപയുടെ സാരിക്ക് 5000 രൂപ എന്നൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കും. സിമ്പിള് പരിപാടിയാണ്. ചെറിയ മോഹങ്ങളിൽ പെട്ടെന്ന് വീഴുന്നൊരു ഹൃദയം ആർക്കുള്ളത്? സ്ത്രീകൾക്കുള്ളത്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും 2 സ്ഥലത്തൂടെ സ്ത്രീകളെ കൊണ്ടുപോകരുത്. ഒന്ന് തുണിക്കടയിലും 2 സ്വർണ്ണക്കടയിലും. ഉള്ള കാശ് കൊടുത്തവരെയൊക്കെ വിട്ടേക്കണം. കാര്യം എന്താ? അവർ ഏതൊക്കെ ഭാര്യ ഇട്ടാലും കയ്യിലിരിക്കുന്ന കാശിനനുസരിച്ച് അവസാനം മേടിച്ച് വീട്ടിൽ വന്ന് ഇച്ചിരി പരാതി പറയുന്നേ ഉള്ളൂ. ഇല്ലെങ്കിലോ അവിടെ നിന്ന് കാണുന്നതൊക്കെ എടുത്തിട്ട് അത് വാങ്ങിക്കൊടുക്കാത്തതിന് വരി അവിടുന്ന് കുത്തുകൊള്ളണം. പറ്റുമെങ്കിൽ ഭർത്താവിന് പണയോ കൂടെ വെക്കും അവിടെ. ഇപ്പോൾ ആണെങ്കിൽ EMI ഒക്കെ ഉണ്ട്. മാസാമാസം അടച്ചാൽ മതി കടക്കാരൻ പറയും. അയാൾക്ക് കച്ചവടം നടന്നാൽ മതി. ഇതൊരു സത്യമാണ്. അപ്പൊ ചോദിക്കും പുരുഷന്മാർക്ക് കുറവുകളില്ലേ? കുറവുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇത്രയെന്ന് എണ്ണി പറയാൻ സാധിക്കത്തില്ല. അത്രയും കുറവുകളുണ്ട്. മനസ്സിലായിരുന്നുണ്ടോ? പുരുഷന്മാരുടെ ഏറ്റവും വലിയ കുറവ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ മക്കൾ പട്ടിണി കിടന്നാലും കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്ന് ഒന്ന് മരുന്ന് മേടിക്കാൻ പോയാൽ ക്യൂ നിൽക്കണം ഡോക്ടറെ കാണാന്ന് പറയുന്ന ആൾക്കാർ വൈകിട്ട് വിവറേജ് ഓപ്പറേഷൻ്റെ മുന്നിൽ പോയി 500ാമത്തെ ആളായിട്ട് ക്യൂ നിന്നാലും പരാതി. അങ്ങനെ ഒത്തിരി ഉണ്ട് പറയാൻ. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ പൂതനയെ കണ്ടു. പക്ഷെ പൂതനയോട് നീ ആരാണെന്നൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. ഇവർ ഈ ആഭരണത്തിലെ ഈ വസ്ത്രത്തേക്ക് ഒന്ന് മയങ്ങി നിന്നു. പൂതനയെ ആഗ്രഹിച്ചതാണ്. പൂതന നേരെ അകത്തി എന്നു. നോക്കുമ്പോൾ ഇതാ കൊച്ചു കുഞ്ഞ് തൊട്ടിലിൽ കിടപ്പുണ്ട്. അതുവരെ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടന്ന ആ പയ്യൻ കുഞ്ഞിനെ എന്ത് ചെയ്തു? കണ്ണങ്ങ് അടച്ചു കളഞ്ഞു. ഇങ്ങനെയാ പറയുന്നത്. എന്തിനാ? ഇവൾ എന്ത് ചെയ്യുമെന്നൊന്ന് കാണട്ടെ ഭഗവാൻ വിചാരിച്ചു. അല്ലേ? നമ്മളൊരു കളവ് ചെയ്യുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരാള് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ കയറി ഒരു കളവ് ചെയ്യുമ്പോൾ അയാൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ അത് ചെയ്യാൻ നമുക്കൊരു മടി വരത്തില്ലേ? വരത്തില്ലേ? കണ്ണൊന്ന് അടഞ്ഞു കഴിഞ്ഞാൽ അതറിയണമെങ്കിൽ ഈ വീടുകളിൽ തന്നെ കാണാൻ പറ്റും. വീട്ടിലെ ഈ അടുക്കളയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മമാര് എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം അവിടെ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചോ, ഈ അമ്മമാര് നോക്കുന്നില്ല എന്ന് കണ്ടാൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ അതെടുക്കും. നോക്കിക്കൊണ്ടിരുന്നാൽ എടുക്കത്തില്ല. മനസ്സിലായില്ലേ? അമ്മയുടെ നോട്ടം ഒന്ന് മാറുമ്പോൾ എടുത്തോണ്ടൊരു ഒറ്റ ഓട്ടം ഓടും. അതാണ്. അതുപോലെയാണ് ഇവിടെ പൂതന കളവ് ചെയ്യാനാ വരുന്നത്. അപ്പൊ ഇതെന്ത്? പിന്നെയോ കണ്ണ് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ പൂതന ശുദ്ധമായിപ്പോ ഭഗവാനെ നോട്ടം കിട്ടി. അപ്പൊ പൂതന വന്ന കാര്യം നടക്കുമോ? നടക്കത്തില്ല. ഇനി ദേഷിച്ച് നോക്കിയാലോ പൂതന ഭസ്മമായി പോകും. അപ്പൊ പൂതന ഈ മുല ഊട്ടണം എന്ന് ഭഗവാന്റെ ഒരു ആഗ്രഹം. എന്താ കാരണം? പൂതന പൂർവ്വജന്മത്തില് മഹാബലിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു അസുര സ്ത്രീയാണ്. ആ അസുര സ്ത്രീ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാമനൻ കടന്നു വന്നത്. ഈ വാമനന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഈ സ്ത്രീ ആഗ്രഹിച്ചു, ഓ ഇതുപോലെ ഒരു കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിച്ചെങ്കിലോ എന്ന് ചിന്തിച്ചു. മനസ്സിലായില്ലേ? ഭഗവാനാണത് പാവനായിട്ട് വരുന്നത്. അപ്പൊ ഭഗവാൻ അതിനുള്ള ഭാഗ്യമാണ് അടുത്ത ജന്മത്തിൽ ആർക്ക് കൊടുക്കുന്നത്? പൂതനയ്ക്ക് കൊടുക്കുന്നത്. മുലയൂട്ടാനെ മാത്രമേ അവർ ആഗ്രഹിച്ചോളൂ. അല്ലാതെ എനിക്ക് മകനായി പിറക്കണമെന്ന് ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്നത് മാറി വന്നതിന് ചിത്രം. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് തന്നെ ഭഗവാൻ അതിന് ഫലം തരും. നമ്മുടെ മനസ്സും കൂടി ഭഗവാനൊന്ന് നോക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവരാഗ്രഹിച്ചത് എന്താ? ആർക്കും ദോഷം വരാത്തൊരു കാര്യം. എന്താ? ഇതുപോലെ ഒരു കുഞ്ഞിനെ ഒന്നും മുലയൂട്ടിയ ആർക്കെങ്കിലും ദോഷമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധമായ ഒരു മോഹമാണ്, നല്ലൊരു മോഹമാണ്. അതുകൊണ്ടാണ് പൂതന ഇപ്രകാരം വന്നത്. ഇനി പൂതനമതി കുഞ്ഞിനെ എടുത്തു, മടിയിലേക്ക് വെച്ചൊരു സ്ഥലത്ത് പോയി ഇരുന്നു.
തൻ്റെ മുലക്കാമ്പില് മാരക വിഷം തേച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മുലക്കാമ്പിൽ മാരകമായ വിഷം ചേർത്ത് ഒരു കുഞ്ഞിനെ മുലയൂട്ടി കൊല്ലണമെങ്കിൽ തനി ദുഷ്ടയല്ലാത്ത ആർക്കെങ്കിലും പറ്റുമോ? ഒരമ്മ മാതൃത്വം അനുഭവിക്കുന്നത് എപ്പോഴാ? ഒരമ്മ യഥാർത്ഥത്തിൽ മാതൃത്വം അനുഭവിക്കുന്ന എപ്പോഴാ? ഗർഭം ധരിക്കുമ്പോഴല്ല, പ്രസവിക്കുന്ന സമയത്തും അല്ല, ആദ്യമായി മുലയൂട്ടുമ്പോഴാണ്. ശരിയല്ലേ? അല്ലേ? ആ പ്രസവിച്ച ആ വേദനയും ക്ഷീണവും തളർച്ചയും ഇതൊക്കെയായി കിടക്കുന്ന സമയത്ത് അമ്മയുടെ ആ മാറിടത്തിനോട് ചേർത്ത് ആ കുഞ്ഞിനെ കിടത്തി കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് ആ അമ്മ ആനന്ദം കൊണ്ട് അനുഭവിക്കും. ആ സമയത്ത് അമ്മയുടെ മുഖം ശ്രദ്ധിച്ചറിയാം, ഒരു വേദനയും അമ്മയുടെ മുഖത്ത് തന്നെ ഉണ്ടാവുമോ? ആ മുലയൂട്ടലിലാണ് ഈ വിഷം ചേർക്കുന്നത്. ഇവിടെ പൂതന 2 കൈ കൊണ്ടും ബലമായി അങ്ങോട്ട് പിടിക്കുക. എന്താ? ഈ വിഷത്തിന്റെ ദുർഗന്ധം കൊണ്ട് ഈ കുഞ്ഞ് ചാടിപ്പോകരുത്, കുടിക്കാതിരിക്കരുത്. ഭഗവാൻ തന്നെ ഒരു കൈ കൊണ്ട് പൂതനയും പിടിച്ചു. ഭഗവാൻ ഒരു രസം, ഇരിക്കട്ടെ, ഒരു പിടി പൂതനയെ പിടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മുലയൂറ്റി കുടിച്ച് പൂതനയുടെ രക്തം വരെ പാർന്നു പോകുന്നത് പോലെ തോന്നി. പൂതന തന്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോ ഭീകര രാക്ഷസിയായി മാറി. തൻ്റെ 2 കൈ കൊണ്ടും ആ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചു. പൂതനയുടെ പിടിവിട്ടു, പക്ഷെ ഭഗവാന്റെ പിടിവിടുവോ? മനസ്സിലായില്ലേ? ഭഗവാന്റെ പിടിക്കകത്ത് പൂതന പെട്ടുപോയി. അവസാനം പൂതന ചത്ത് മലച്ച് നിലത്തേക്ക് വീണു. ഈ ബഹളം കേട്ട് ഗോപികമാരെല്ലാം ഓടി വന്നു. യശോദയൊക്കെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. കാരണം തന്റെ കുഞ്ഞ് കിടക്കുന്നിടത്താണ് ഈ നിലവിളി, ഈ അലർച്ച കേട്ടത്. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ ഭീകരമായ പൂതന കിടക്കുന്നു. പൂതനയുടെ മാറിടത്തില് ആ കുഞ്ഞ് കിടന്ന് കളിക്കുന്നു. യശോദ ഉടനെ കുഞ്ഞിനെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഭഗവാനെ, ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ചു. യശോദയ്ക്ക് അറിയില്ലല്ലോ ഇത് ഈശ്വരനാണെന്ന്. യശോദയുടെ ധാരണ ഇത് എൻ്റെ കുഞ്ഞാണ്. മനസ്സിലായില്ലേ? യശോദ ഉടനെ അടുത്തുള്ള എല്ലാ അമ്പലത്തിലും ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടി. എൻ്റെ കുഞ്ഞിനെ ദൈവം രക്ഷിച്ചെന്ന് പറഞ്ഞ് അവിടെ വഴിപാട് നടത്തി, അടുത്ത അമ്പലത്തിൽ വഴിപാട് നടത്തി. മനസ്സിലായോ? എല്ലാ വഴിപാടുകളും ഭഗവാന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് യശോദയ്ക്കറിയില്ല. യശോദ ഇതൊക്കെ നടത്തി തൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവിടെ പൂതന അവിടത്തോടുകൂടി പൂതനയ്ക്ക് ഗതിയുണ്ടായി, സദ്ഗതി. എന്താ കാരണം? ആരുടെ കൈ കൊണ്ടാ മരിച്ചത്? ഭഗവാന്റെ കൈ കൊണ്ട്. ഇത് കഴിഞ്ഞ് നന്ദഗോപരൊക്കെ പൂതനയുടെ ശരീരത്തെ ഈ മഴു കൊണ്ട് വെട്ടിമുറിച്ചിട്ടാണ് കത്തിച്ചു കളയുന്നത്. കാരണം അത്രയും വലിയ ശരീരമാണ്, എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഈ വീട്ടിനുള്ളിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ആ മുറി നിറഞ്ഞിട്ട് അടക്കുക പൂതന ഭീകര രൂപത്തിൽ മുറിച്ച് പീസാക്കി കൊണ്ടുപോയി കത്തിച്ചു. ആ കത്തിച്ച സമയത്ത് പൂതനയുടെ ശരീരത്തിൽ നിന്ന് അവിടെ ആ സുഗന്ധം ഉണ്ടായെന്നാ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയും, ശത്രുവായി കണ്ടിട്ട് പോലും പൂതന മുല കൊടുത്തപ്പോ പൂതനയുടെ ആ ശരീരം സുഗന്ധപൂരിതമായെങ്കിൽ ആ ഭഗവാന് സ്നേഹത്തോടെ മുലയൂട്ടിയ യശോദയുടെ ശരീരം എത്ര ശ്രേഷ്ഠമായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ പൂതനയ്ക്ക് സദ്ഗതി കൊടുത്തു. അപ്പൊ